मुस्कुराइए लखनऊ हम आ चुके हैं होम. സോ ലക്നൗവിൻ്റെ ആദ്യ മത്സരത്തിന് വേണ്ടിയിട്ട് ഹോം മാച്ചിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഇന്ന് മാച്ച് നമ്പർ 13 ഏക്കാന സ്റ്റേഡിയത്തിൽ. സോ എതിരാളികൾ പറയുമ്പോൾ പഞ്ചാബ് കിങ്സാണ്. രണ്ട് ടീമും ശക്തരാണ്. പേപ്പറിൽ കുറച്ചുകൂടി വീക്ക് എന്ന് പറയപ്പെട്ട ബോളിംഗ് ലൈനപ്പുള്ള ലക്നൗ സൂപ്പർ ജയൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് പോലെ പേപ്പറിൽ സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പുള്ള ഒരു ടീമിനെ 300 പോയിട്ട് 200 റൺസിൻ്റെ താഴെ ഒതുക്കാൻ കഴിഞ്ഞെങ്കിൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഇൻ ദിസ് ഇന്ത്യൻ പോസിബിൾ ലീഗ്. അപ്പോൾ അതുപോലെ തന്നെ അപ്പുറത്ത് ശ്രേയസ് അയ്യർ ഒരു മിഡ് കാർഡ് പ്ലെയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആവറേജ് സ്ട്രൈക്ക് റേറ്റിൽ മാത്രം കളിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും എന്ന് വിചാരിച്ചു കൊടുത്തുനിന്ന് 97 നോട്ട് ഔട്ട് ഒരു ബിഗ് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റി. സോ അതും ഈസ് എ ബിഗ് ഇന്ത്യൻ പോസിബിൾ ലീഗിൻ്റെ പ്ലസ് ആണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ഏക്കാനയിലെ സ്പിൻ ഫ്രണ്ട്ലി പിച്ചാണ്. അപ്പോൾ സ്പിൻ ഫ്രണ്ട്ലി ആയിരുന്നു കഴിഞ്ഞ 3 വർഷമായിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് എന്തൊക്കെയോ ചേഞ്ചസ് വരും എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും അത് ബാറ്റിംഗ് ഫ്രണ്ട്ലി ആകുമോ എന്നുള്ളത് കളി കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായിരുന്നാലും പോസിബിൾ ഓവർസീസ് 4 പേര് പറയുമ്പോൾ പഞ്ചാബിന് വേണ്ടിയിട്ട് മാർക്കസ് സ്റ്റോയിനസ്, അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെല്, പിന്നെ മാർക്കോ ജാൻസൺ, അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒമർസായി തന്നെയാണ്, അല്ലെങ്കിൽ ലോക്കി ഫെർഗസൺ വരാം. ബട്ട് സ്റ്റിൽ ഒമർസായിക്ക് ഒരു പ്രിഫറൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പുറത്ത് പറയുമ്പോൾ മാർക്രം, അതുപോലെ തന്നെ മിച്ചൽ മാർഷ്, മില്ലർ, അതുപോലെ തന്നെ നിക്കി പി, ഈ 4 പേര് തന്നെയായിരിക്കും. കാരണം ബ്രീറ്റ്സ്കി ഓവർ മാർക്രം ഞാൻ പ്രിഫർ ചെയ്തിരുന്നു. പക്ഷേ ലക്നൗവിലെ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ മാർക്രത്തിന് വല്ലാൻ ആരുമില്ല. ബിക്കോസ് ഈസ് എ സ്പിൻ സ്കിൽഡ് പ്ലെയർ. അപ്പോൾ എന്തായാലും ഓഫ് സ്പിൻ എറിയാനായിട്ടൊരു അഡീഷണൽ ബോളറിനെയും കൂടി മാർക്രത്തിൽ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ എന്തായാലും അതായിരിക്കും നമ്മുടെ 4 പേര്. പിന്നെ പറഞ്ഞ പോലെ യുസി ചാഹൽ, അതുപോലെ തന്നെ ഹർപ്രീത് ബ്രാർ, അതുപോലെ ഇപ്പുറത്ത് പറയുമ്പോൾ ദിഗ്വേഷ് റാത്തി, സിദ്ധാർത്ഥ് മണിമാരൻ വേണമെങ്കിൽ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് വരാം. പിന്നെ ഷാബാസ് അഹമ്മദ്, രവി ബിഷ്ണോയ്, മാർക്രം. ഒബ്വിയസ്ലി ഈ ഇത്രയും പേരിലായിരിക്കും ബോളിംഗ് ഒരു വിക്കറ്റ് ബേസിൽ നമുക്ക് നോക്കി കാണേണ്ടി വരുന്നത്. ഇവർക്ക് വിക്കറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പിന്നെ ഷാർദുൽ താക്കൂറിൻ്റെ ഫോം, ശ്രേയസ് അയ്യറിൻ്റെ ഫോം, ഇതെല്ലാം നോക്കിക്കാണാം. സിമ്രാൻ സിംഗ്, അതുപോലെ തന്നെ പ്രിയാൻഷ് ആര്യ, നല്ലൊരു തുടക്കം പഞ്ചാബിന് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു മുൻ മത്സരങ്ങളിൽ. അപ്പോൾ പേര് കേട്ടിട്ടില്ലാത്ത എന്നാൽ അവരെ പോലെ പ്രഹരശേഷിയുള്ള കളിക്കാരുള്ളത് പഞ്ചാബിനും അഡ്വാൻറ്റേജ് ആണ്. മാർക്കോ സ്റ്റോയിനസ് മുതലായി ഗ്ലെൻ മാക്സ്വെൽ, ഒമർസായി, ജാൻസൺ ഉൾപ്പെടെയുള്ള മിഡിൽ ഓർഡർ പഞ്ചാബിൻ്റെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ തുടക്കം മുതൽ അടിച്ച് കളിക്കാവുന്ന ബിഗ് ഹിറ്റേഴ്സ് ഉള്ള, അതായത് പിഞ്ച് ഹിറ്റേഴ്സ് സ്റ്റൈൽ ഓഫ് പ്ലെയേഴ്സ്, പവർ ഹിറ്റേഴ്സ് ആയിട്ടുള്ള കളിക്കാരുള്ളത് ലക്നൗവിനും ഗുണമാണ്. പക്ഷേ ഏക്കാനയിലെ ഗ്രൗണ്ടാണ്. സോ അവിടെ എങ്ങനെ രണ്ട് ടീമിൻ്റെയും കമ്പോഷർ, അല്ലെങ്കിൽ ആ ഒരു കാംനെസ്, കളിയോടുള്ള മാച്ച് അവെയർനെസ്, ഗെയിം അവെയർനെസ് എങ്ങനെ നിൽക്കുന്നതനുസരിച്ചിരിക്കും അവരുടെ മാച്ച് റിസൾട്ട് ടേൺ അറൗണ്ട്സ്. അപ്പോൾ എന്തായാലും മത്സരത്തിലേക്ക് നോക്കിക്കാണാം. അപ്പോൾ ഞങ്ങളുടെ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ആദ്യ ഹോം മാച്ചാണ്. സോ അതിൻ്റെ ഹോം മാച്ച് ഓപ്പണിംഗ് സെറിമണി എല്ലാം ഉണ്ട്. അതിൽ മിക്ക സിംഗ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. എന്തായിരുന്നാലും ആദ്യ ഹോം മത്സരം കാണാൻ ഇറങ്ങുന്ന കാണികൾക്ക് നല്ലൊരു ത്രില്ലർ മാച്ചും നല്ലൊരു ദൃശ്യവിരുന്നും രണ്ട് ടീമുകളും സമ്മാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് may the best team win. So Indian Possible League, Lucknow Super Giant, अब आ गया भौकल.